എല്ലാവർക്കും നമസ്കാരം. സോൾജിയർ ഫാമിലിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് എളുപ്പത്തിൽ കിഴങ്ങ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് ഞാൻ എളുപ്പത്തിൽ കാണിക്കാം. കാരണം പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കൊരു സ്റ്റൂ നമുക്ക് തയ്യാറാക്കാം. തേങ്ങ ചേർത്ത് എങ്ങനെ, അതിന് വേണ്ടത് കിഴങ്ങ്, സബോള, പച്ചമുളക്. നമുക്കിൻ്റെ തേങ്ങ അരച്ചതും കൂടെ മാത്രം മതി. എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരെ കാണിക്കാവേ. കൂട്ടുകാരെ, ഞാനിതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കിഴങ്ങ്, സബോള, പച്ചമുളക്, കരിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഇത്രയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ കാണിച്ചു തരാമേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാത്തവർക്ക് പെട്ടെന്ന് ഒരു ഓഫീസിൽ പോകാൻ വേണ്ടി, ജോലിക്ക് പോകാൻ പെട്ടെന്ന് എങ്ങനെ ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് സവോള, കിഴങ്ങ്, കരിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കാവേ. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം മസാലകൾ ചേർക്കാവേ. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അധികമൊന്നും വഴറ്റണ്ട. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് മസാല കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാവേ. നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പേരിന്, ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് തന്നെ കൃഷി ചെയ്ത് നമ്മൾ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. പേരിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. വകന്ന് മാറ്റിയെടുത്ത് നമുക്ക് മല്ലിപ്പൊടി, ഗരം മസാലയും ലേശം പൊടിക്കും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് ഇതൊന്ന് വേകാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കല്ലേ. പച്ചവെള്ളം ഒഴിച്ചാൽ നമുക്ക് പച്ച ചുവയ്ക്കവേ. ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി അടച്ചു കൊടുക്കണേ. നമ്മളൊരു മിക്സിയുടെ ജാറിനോട്ട് തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാവേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടി പോയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ലേശം വെള്ളം ഒഴിച്ച് മാത്രം എടുത്താൽ മതിയേ. ഇപ്പം വെള്ളം കൂടിപ്പോയി കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് കുറുകി വരുവേ. നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉടയാത്ത കിഴങ്ങുണ്ടെങ്കിൽ നമ്മൾ ഈ തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ആക്കണേ. നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഉടയാത്ത നമ്മൾ നന്നായിട്ട് ഉടഞ്ഞു കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണേ. തേങ്ങ അരച്ച് ചേർത്ത ശേഷം ലേശം വെള്ളം കൂടെ, നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ ചേർക്കണേ. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമുക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ സ്റ്റൂ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാവേ. എങ്ങനെ വേണേലും കഴിക്കാം. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ കൂട്ടുകാരതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിലെ സാധനങ്ങളും കിഴങ്ങും കാര്യങ്ങളും മാത്രം കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല സ്വാദിഷ്ടമായ ഒരു സ്റ്റൂ നമുക്ക് എങ്ങനെ, ഇതിനകത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് നമുക്കിതിനകത്ത് ചേർക്കാം. ഇപ്പോൾ ഇവിടെ മുട്ട ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ മുട്ട ചേർക്കാം. ഞാൻ മുട്ട പുഴുങ്ങി ചേർത്ത് നമുക്കിത് ഫുഡിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാവേ.